നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് വല്ലാതെ വിഷമിച്ചിരിക്കുകയാണ് ആര്യനും ആകാശമൊക്കെ. ഈ സമയത്താണ് ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. അങ്ങനെ ഡോക്ടർ വന്നു കഴിഞ്ഞിട്ട് ബാലിന്റെയും മീനാക്ഷിനെ എല്ലാരും വിളിക്കുകയാണ്. പിന്നീട് പറഞ്ഞു, അതെ, ശ്രീദേവിയുടെ അവസ്ഥ ഇത്തിരി മോശമാന്ന് പറഞ്ഞു. ഒരു ട്രോമ സ്റ്റേജിലാണ് ഇപ്പൊ ആള്. അതുകൊണ്ട് കൂടുതൽ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. കാരണം കുഞ്ഞു പോയത് ആൾക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചിട്ടില്ല. ഈ സമയത്ത് നിങ്ങളുടെ നല്ല കെയറിങ്ങും കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോൾ മീനാക്ഷി പറഞ്ഞു, ഞങ്ങള് നന്നായിട്ട് തന്നെ നോക്കുന്നുണ്ട് ഡോക്ടറെ. അതേ, നോക്കിയിട്ട് കാര്യമില്ല. ആളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യവും പറഞ്ഞുകൂടാ. കുഞ്ഞിനെ കുറിച്ച് ചോദിക്കുക പോലും ചെയ്യരുത്. ആളുടെ കുറ്റം കൊണ്ടാണ് കുഞ്ഞ് നഷ്ടപ്പെട്ടെന്നുള്ള കാര്യമൊന്നും നിങ്ങൾ അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ വെച്ച് അങ്ങനെ പെരുമാറുകയും ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യില്ല ഡോക്ടറെ എന്ന് പറഞ്ഞു. കാരണം ഇപ്പൊ ആളുടെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോശമാണെന്ന് പറഞ്ഞല്ലോ, എന്ത് സംഭവിക്കാന്ന് പറഞ്ഞു. ആകെപ്പാടെ ടെൻഷനിലാണ് ആള്. ഒരു പക്ഷേങ്കില് ജീവിതം തന്നെ അവസാനിപ്പിക്കാം. കുഞ്ഞിനെ കുറിച്ചുള്ള ചിന്തകളാ പുള്ളിക്കാരത്തിന്റെ മനസ്സിനെ ഇപ്പൊ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ പെട്ടെന്ന് എടുക്കുന്ന ഒരു തീരുമാനം ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചേക്കാം. ജീവിതം തന്നെ ചിലപ്പോൾ ഇല്ലാതാക്കിയേക്കാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ബാലനും മീനാക്ഷി എല്ലാവരും ഒന്ന് ഞെട്ടി. പിന്നെ ഞാൻ നിങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞോളൂ, നിങ്ങൾ കൂടുതൽ സൂക്ഷിക്കണം, അതുകൊണ്ടാ പറഞ്ഞത്. അതും പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്തൊരു ടെൻഷനോട് കൂടിയിട്ട് ആര്യനും ആകാശമൊക്കെ ശ്രീദേവിയുടെ മുറിയിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ദേവിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ആര്യനും ആകാശനും ഭയങ്കര സങ്കടമായി. ദേവിയുടെ കയ്യിലേക്ക് പിടിച്ചു ആര്യന്. എന്നിട്ട് പറഞ്ഞു, ഏട്ടത്തി വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ശ്രീദേവി പറഞ്ഞു, എന്നാലും എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ എനിക്ക് പറ്റിയില്ലോ. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല. ഞാൻ ഇത്രയും കാത്തു സൂക്ഷിച്ചിട്ടും എൻ്റെ കുഞ്ഞു പോയല്ലോ. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു എനിക്ക്, എല്ലാം നശിച്ചു പോയല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആകാശം പറഞ്ഞു, ഏട്ടത്തി എന്തിനാ വിഷമിക്കണേ, ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ. ഏട്ടത്തി ധൈര്യമായിട്ടിരിക്കുക, ഏട്ടത്തിയുടെ കുറ്റം കൊണ്ടൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞു. സമാധാനമായിട്ടിരിക്കുക. ആ സമയത്ത് ഗോമതി പറഞ്ഞു, മോളെ നീ ഇങ്ങനെ കരയില്ലേ, എപ്പൊ തുടങ്ങി കരച്ചില്ല, നീ ഒന്ന് സമാധാനമായിട്ടിരിക്കാൻ പറഞ്ഞു. ആ സമയത്ത് ആകാശം പറഞ്ഞു, എന്നാലും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഏട്ടത്തി ഇത്ര കാര്യത്തോട് കൂടിയിട്ട്, എത്ര കെയറിങ്ങോട് കൂടിയിട്ടാ ഓരോ കാര്യങ്ങളും ചെയ്തോണ്ടിരുന്നേ. പിന്നെ ഏട്ടത്തിക്ക് ഇത് എന്തു പറ്റി? മീനുവിനോട് ചോദിച്ചപ്പോ മീനു പറഞ്ഞ ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് മാറ്റേ തട്ടി വീണ് അങ്ങനെ സംഭവിച്ചതാ പറയണേ. പക്ഷെ ഏട്ടത്തിക്ക് അങ്ങനെ ഒരു അബദ്ധം സംഭവിക്കുന്ന ഞങ്ങൾക്കത് വിശ്വസിക്കാൻ പോലും പറ്റിയില്ലോ. സത്യമാണോ ഏട്ടത്തി അതെന്ന് ചോദിച്ചു. അത് കേട്ടപ്പം ശ്രീദേവി ഒരു നിമിഷം ഒന്ന് പതറി. ശ്രീദേവിയുടെ മനസ്സിൽ കൂടെ പല ചിന്തകളും വരുവാണ്. അതുപോലെ തന്നെ ഗോമതിയുടെ മനസ്സിലേക്ക് വന്നേ അലോകിന്റെ കാര്യമാണ്. കാരണം അലോക് പിടിച്ച് തള്ളിയതാ. പാവം ദേവിമോള് പോയി വയറിടിച്ചാണ് വീണത്. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും ഗോമതിക്ക് വല്ലാത്ത ടെൻഷൻ. ഇതെങ്ങാനും ഇപ്പൊ ദേവമോളെങ്ങാനും പറയുവോ, അതെങ്ങാനും വിളിച്ചു പറഞ്ഞാൽ തീർന്നു അതോടുകൂടി. ഇനി ഉമാരെ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. ദേവി അത് പറയില്ല എന്നൊരു പ്രാർത്ഥനയായിരുന്നു ഗോമതിയുടെ മനസ്സിൽ. അപ്പോഴേക്ക് ശ്രീദേവി പറഞ്ഞു, അത് ആ സമയം ഗോമതി കണ്ണുകൊണ്ട് കാണിച്ചു. മോളെ പറയില്ലെന്ന രീതി കണ്ണുകൊണ്ട് കാണിക്കുകയാണ്. പെട്ടെന്ന് ശ്രീദേവി പറഞ്ഞു, അതെ, എന്റെ കയ്യിലെ കുഴപ്പം കൊണ്ട് സംഭവിച്ച ഞാനാണ് കാരണക്കാരി. ഞാൻ കാരണമാണ് എനിക്ക് എന്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടേന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഗോമതിക്ക് ഇത്തിരി സമാധാനമൊക്കെ ആയി. അപ്പോഴേക്കാണ് ബാലനും മീനാക്ഷിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ അവർ വന്നു കഴിഞ്ഞിട്ട് മീനാക്ഷി ചോദിച്ചു, ഇപ്പൊ എങ്ങനെയുണ്ട് ദേവി ചേച്ചി? ആ സമയത്ത് ശ്രീദേവി ഒന്ന് നോക്കി മീനാക്ഷിയെ. എന്നിട്ട് പറഞ്ഞു, എൻ്റെ കുഞ്ഞ്. ബാലൻ പറഞ്ഞു, ഇനി അതിനെക്കുറിച്ചൊന്നും ഓർത്ത് വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ദേവി ചോദിച്ചു, അല്ല ബാലച്ച, എന്റെ ആനന്ദേണ്ണൻ എന്തി? എത്ര സമയമായിട്ട് ഞാൻ ചോദിക്കുന്നു നിങ്ങളോട്. ആനന്ദേണ്ണൻ എന്തിനായിട്ട് കാണാൻ വന്നില്ലല്ലോ. നിങ്ങളെല്ലാരും വരുന്നുണ്ട്, പക്ഷെ ആനന്ദേണ്ണൻ മാത്രം വരുന്നില്ലോ. എവിടെയാ ബാലച്ച? എനിക്ക് ആനന്ദേണ്ണനെ കാണണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആര്യം പറഞ്ഞു, അല്ല അത് ശരിയാണല്ലോ, ആനന്ദേണ്ണൻ ഇതുവരായിട്ടും കണ്ടില്ലല്ലോ. ആനന്ദേണ്ണൻ എവിടെയാന്ന് ചോദിച്ചു. ബാലൻ പറഞ്ഞു, അത് പിന്നെ ആനന്ദ് മുറിയിലുണ്ടെന്ന് പറഞ്ഞു. ആണോ? എന്നാ ഒന്ന് ഞങ്ങൾ കണ്ടിട്ട് വരാം, വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ആര്യനും ആകാശം കൂടെ അങ്ങോട്ടേക്ക് പോയി. ആ സമയം മീനാക്ഷി പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട കേട്ടോ, ധൈര്യമായിട്ടിരിക്കുക, ആനന്ദേണ്ണൻ ഇപ്പൊ തന്നെ വരും എന്നും പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. ഇതേ സമയത്ത് മുറിയിൽ പോയി ആര്യനും ആകാശം നോക്കിക്കഴിഞ്ഞപ്പോൾ മുറിയിലില്ല. ആനന്ദേണ്ണൻ എവിടെ പോയി? എന്നാ വാഷ്റൂമിൽ കാണുമെന്ന് ഓർത്തുണ്ട് ആര്യം വാഷ്റൂമിൽ പോയി നോക്കണം. അവിടെയില്ല. ഇവിടെ എങ്ങും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ഇനി പുറത്തെവിടെയെങ്കിലും ആയിരിക്കുമോ? അങ്ങനെ അവർ പുറത്തേക്ക് വന്നു. അപ്പോഴേക്കും ബാലനും മീനാക്ഷിയും കൂടെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. വന്നു കഴിഞ്ഞപ്പോൾ അവരോട് ചോദിച്ചു, അല്ല ആനന്ദേണ്ണൻ മുറിക്കകത്തുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. മീനാക്ഷി ചോദിച്ചു, മുറിക്കകത്തില്ലേ? ഇല്ല എന്ന് പറഞ്ഞു. ഈ സമയം ബാലൻ പറഞ്ഞു, പിന്നെ അവനിത് എവിടെ പോയി? ആനന്ദേണ്ണൻ ഇവിടെ എവിടെയെങ്കിലും കാണുന്നേ. ആ സമയം ആകാശം ആരും പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ പുറത്തേക്ക് ഒന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ആ സമയം ബാലനാകെ ടെൻഷനോടെ നിൽക്കുകയാണ്. ബാലിൻ്റെ അടുത്ത്
മീനു പറഞ്ഞു, അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട. ആനന്ദേണ്ണ എവിടെ പോകാനാ? ആനന്ദേണ്ണ ഇവിടെ ഈ പരിസരത്ത് എവിടെയെങ്കിലും കാണും. ചിലപ്പോൾ പുറത്തേക്കാനും ഇറങ്ങിയതായിരിക്കും. ഞാൻ ഇവിടെ ഹോസ്പിറ്റലിനകത്തൊക്കെ ഒന്ന് നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് മീനു അവിടെയൊക്കെ അരിച്ചു പൊറുക്കണം. ഹോസ്പിറ്റലിനകത്ത് എവിടെയെങ്കിലും ഉണ്ടോ, നിൽക്കുന്നുണ്ടോ, മാറിയിരുന്ന് കരയുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി. പക്ഷെ അവിടെ ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. ഒടുവില് മീനാക്ഷി ആകാശിനെ വിളിക്കുകയാണ്. അതെ ആകാശേട്ടാ, ആനന്ദേണ്ണെ കണ്ടോന്ന് ചോദിച്ചു. ഇവിടെ എങ്ങും ഇല്ല. ഞങ്ങള് ക്യാൻറ്റീനും ഇതുപോലെ ഇവിടെ എല്ലാം നോക്കി, പക്ഷെ ഇവിടെ എങ്ങും ഇല്ലാന്ന് പറഞ്ഞു. ഇല്ലേ? ഇല്ല. ആകെപ്പാടെ ടെൻഷനായി മീനുവിന്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം ആനന്ദേണ്ണ ആകെപ്പാടെ ടെൻഷനിലായിരുന്നു. വല്ലാത്തൊരു മാനസികാവസ്ഥയായിരുന്നു. അതുകൊണ്ടാണ് സെഡേഷൻ കൊടുത്തിട്ടിരുന്നേ. പക്ഷേ എങ്കില് ഈ സമയത്ത് ഇത് എങ്ങോട്ട് പോവാനാ? ഇനിയിപ്പോ വിഷമമായിട്ട് എങ്ങോട്ടില്ലേ ഇറങ്ങിപ്പോയ എന്നൊക്കെ ഒരു ചിന്ത മീനുവിന്റെ മനസ്സിലുണ്ടാവുന്നുണ്ട്. പിന്നീട് മീനു ആകാശിനോട് പറഞ്ഞു, ആകാശ, എനിക്ക് എന്തോ ഒരു പേടി പോലെ തോന്നുന്നുണ്ട്. എന്താ? ആകാശാണ് എന്തെങ്കിലും അബദ്ധം കാണിക്കുമെന്ന്. കാരണം ആകാശാണ് അത്ര അല്ല, ആനന്ദേണ്ണ അത്ര ടെൻഷനിലാന്ന് പറഞ്ഞു. അത് കേട്ടിഞ്ഞപ്പോ ആകാശ് പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, ഞാൻ എന്തായാലും നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോള് കട്ട് ചെയ്യുകയാണ്. ഇതേ സമയത്ത് ബാലിനും അയലോടെയൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ഒടുവില് അവിടെ ഇരുന്ന് നേഴ്സിനോട് ചോദിച്ചു, അതെ സിസ്റ്ററെ, ആനന്ദിനെ കണ്ടായിരുന്നു എന്ന് ചോദിച്ചു. ഇല്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നീട് ബാലിനും അയലോടെയൊക്കെ അന്വേഷിച്ചിറങ്ങുകയാണ്. ഒടുവിൽ അങ്ങനെ ബാലിന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ആ താഴെ ഒരു ഭാഗത്ത് കുറച്ച് കസാരയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ ആനന്ദ് ഒറ്റയ്ക്ക് ഇരിക്കുന്നു കണ്ടു. ആകെപ്പാടെ അവശനായിട്ട് നിലയിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടോടെ ആനന്ദ് ഇരിക്കുന്നുണ്ട്. പെട്ടെന്ന് ബാലൻ അങ്ങോട്ട് ഓടിച്ചു. എടാ മോനെ, നിന്നെ എവിടെയൊക്കെ അന്വേഷിച്ചു? എത്ര സമയം ഞങ്ങൾ അന്വേഷിക്കുന്നു. നീ എന്താടാ ഇവിടെ വന്നിരിക്കുന്നേ? എനിക്കറിയില്ല അച്ഛാ എന്ത് ചെയ്യണമെന്ന്. എനിക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരുന്നേന്ന് പറഞ്ഞു. എന്താ നീ ഇങ്ങനെയൊക്കെ പറയണേ? നിനക്ക് ഞങ്ങളൊക്കെ ഇല്ലേന്ന് ചോദിച്ചു. അച്ഛാ, എന്റെ കുഞ്ഞ്, ഞാൻ എത്ര പ്രതീക്ഷയോടെ കാത്തിരുന്ന. എന്റെ തോളത്ത് കിടന്ന് കുഞ്ഞുറങ്ങുന്ന ഞാൻ സ്വപ്നം കണ്ടു. ഞാൻ വാരിയെടുത്ത് ഉമ്മ വെക്കുന്നൊക്കെ. എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു. എല്ലാം തകർന്നു പോയില്ലേ അച്ഛാ? എന്റെ കുഞ്ഞു പോയില്ലേ? ഞാൻ ഇനി എന്തിനാ അച്ഛാ ജീവിക്കണമെന്ന് ചോദിച്ചു. എടാ മോനെ, നീ ഇങ്ങനെ ആയാലും എങ്ങനെ ശരിയാവുന്നേ? കുഞ്ഞു പോയെന്നോർത്ത് നിന്റെ ജീവിതം ഒന്നും തീർന്നിട്ടില്ലല്ലോ. ഞങ്ങളൊക്കെ നിന്റെ കൂടെ ഇല്ലേ? നിന്റെ അച്ഛനും അമ്മയൊക്കെ ഇല്ലേ? അത് കേട്ടപ്പോൾ ആനന്ദ് പറഞ്ഞു, അതുകൊണ്ട് മാത്ര ഞാൻ എവിടേക്കെങ്കിലും പോകാത്തെ. എങ്ങോട്ടേലും പോയാലോ എന്ന് ആലോചിച്ചു. അപ്പൊ എന്റെ മനസ്സിലേക്ക് വന്ന എന്റെ അച്ഛന്റെ മുഖമോ, എന്റെ അച്ഛന്റെ സ്നേഹമോ, അമ്മയുടെ വാത്സല്യം എല്ലാം കൂടി ഓർത്തു കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് പോകാൻ തോന്നിയില്ല അച്ഛാ. അല്ലായിരുന്നെങ്കിൽ ഞാൻ പണ്ട് ഇവിടുന്ന് എങ്ങോട്ടേലും പോയായിരുന്നു പറഞ്ഞു. എടാ, അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സമാധാനമാവോ? ഞങ്ങളുടെ അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞങ്ങൾ ഇന്ന് പിന്നെ പിന്നെ എന്തിനും ജീവിച്ചിരിക്കണേ? നിന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ ജീവനോട് ഇരുന്നിട്ട് കാര്യം ഉണ്ടാടാന്ന് ചോദിച്ചു. നിനക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും അച്ഛൻ്റെ അടുത്ത് നീ പറഞ്ഞു. അച്ഛൻ്റെ അടുത്ത് കരഞ്ഞു തീർത്തോ നീ. പക്ഷെ നീ ഒരു കാരണവശാലും വേറൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു, അച്ഛാ, എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. എനിക്ക് ജീവിക്കാൻ പോലും തോന്നില്ല. എനിക്ക് എൻ്റെ കുഞ്ഞിനെ കുറിച്ചുള്ള ഓർമ്മകൾ എപ്പോഴും വരുന്നേ. അച്ഛൻ അറിയാലോ, ഓരോ ദിവസം ഞാൻ തള്ളി നീക്കിക്കൊണ്ടിരുന്നേ എൻ്റെ കുഞ്ഞ് എപ്പോൾ വരും എന്ന് ആലോചിച്ചിട്ട് മാത്രം. ജോലിക്ക് പോയാലും എവിടെ പോയാലും എൻ്റെ മനസ്സിൽ എൻ്റെ കുഞ്ഞിനെ കുറിച്ചുള്ള ചിന്തകളായിരുന്നു. ആ കുഞ്ഞ് പുറത്തു വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുമായിരുന്നു. എല്ലാം ഒരു നിമിഷം കൊണ്ട് പോയില്ലേ അച്ഛാ? സാരമില്ലട മോനെ, ദൈവം അതിനും വിധിച്ചിട്ടില്ല എന്ന് മാത്രം കരുതാം. നീ ഇനിയിപ്പോൾ അതൊന്നും ഓർത്ത് സങ്കടപ്പെടണ്ട. ധൈര്യമായിട്ടിരിക്കുക. നിന്നോടൊപ്പം ഞങ്ങളുണ്ട്. നീ കരഞ്ഞു, നീ നന്നായിട്ട് കരഞ്ഞു. നിന്റെ സങ്കടം മാറുന്നോടം വരെ നീ കരഞ്ഞു എന്നും പറഞ്ഞിട്ട് ബാലൻ ആനന്ദിനെ ചേർത്ത് പിടിക്കുകയാണ്. അങ്ങനെ ബാലന്റെ നെഞ്ചിലേക്ക് വീണ് കിടന്ന് ആനന്ദ് പൊട്ടിക്കരയുകയാണ്. ബാലൻ ആനന്ദിനെ ആശ്വസിപ്പിച്ചു. ബാലന്റെ കണ്ണും നിറഞ്ഞൊഴുകുമായിരുന്നു. കാരണം ആനന്ദിന്റെ സങ്കടവും ശ്രീദേവിയുടെ സങ്കടവും ആകെപ്പാടെ എല്ലാം കൂടെ ഓർത്ത് കഴിഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റുന്നതിലപ്പുറമായിരുന്നു അതൊക്കെ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നോട് നിർത്തുന്നു.